ഇനി എൻ്റെ ഈ കലാജീവിതത്തിൽ ഒരിത്തിരി വൈകി എത്തിയ ആളാണ് എങ്കിൽ പോലും വളരെ സജീവമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ട്. അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിങ്ങൾക്കൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. പരിചയപ്പെടുത്തേണ്ടൊന്നും ആവശ്യമില്ല. സുനീഷ്. ഞാൻ ഒരുപാട് ആർട്ടിസ്റ്റുകളെ പരിചയപ്പെട്ടിട്ടുണ്ട്. അത് വ്യക്തിപരമായിട്ടും മാനസികമായിട്ടും ഒക്കെ വളരെ അടുപ്പമുള്ള ആളാണ് സുനീഷ്. കലാകാരൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിലൊരു ബന്ധു, ഒരു അനിയനെ പോലെയാണ് സുനീഷ്. എങ്ങനെയാണ് അബീക്കയിലേക്കുള്ള സുനീഷിൻ്റെ യാത്ര? ഞാൻ ഈ ഒറ്റയാൾ മിമിക്രി പരിപാടിയായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആറ്റിങ്ങിൽ വെച്ചിട്ട് ഒരു മീനഭരണി ഒരു ഉത്സവത്തിന് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് നമുക്ക് ചെറിയ പരിപാടിയായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ശാർക്കര ദേവീക്ഷേത്ര ഉത്സവം ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അവിടെ അബീക്കയുടെ ടീമിൻ്റെ അവേഷം ഭവൻ എന്ന് പറയുന്ന ഒരു അത് കാണാൻ പോയി. നേരത്തെ പറഞ്ഞ ഡ്രാമ അത് കാണാൻ പോയി. അവിടെ നിന്നു. അപ്പോൾ ഈ ഡ്രാമ കണ്ടു, കോമഡി ഡ്രാമ. ഭയങ്കര ചിരിച്ച് നമ്മളതൊക്കെ ഈ പരിപാടി നടത്തുന്ന എന്തിനാന്നൊക്കെ തോന്നുന്ന രീതിയിലൊക്കെ ഒത്ര രസകരമായ സാധനമാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും പരിചയപ്പെടണമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി അബീക്കയെ കണ്ട് പരിചയപ്പെട്ടു. അപ്പോൾ സാധാരണ നമ്മൾ എത്രയോ ആൾക്കാർ ഒരു ദിവസം വന്ന് പരിചയപ്പെടുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഭാഗ്യമായിട്ടാണ് അന്ന് കരുതുന്നത്. കാര്യം അത്രയും നമ്മൾ ആരാധിക്കുന്ന ഒരാളായിരുന്നു അതുവരെയും. പക്ഷെ അതിനുശേഷം എപ്പോഴും അന്ന് എനിക്ക് തോന്നുന്നൊരു എന്തോ ഒരു റേ പാസ് ചെയ്ത് കാണും ഞങ്ങൾക്ക് തമ്മിൽ. പിന്നീട് പലപ്പോഴും കാണാൻ ഇടവരികയും എൻ്റെ അത്യാവശ്യം എഴുതാനുള്ളൊരു താല്പര്യമായിട്ട് നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ ഇക്കയോട് പറയുകയൊക്കെ ചെയ്തു. കണ്ടുമുട്ടുന്നത് കായംകുളത്ത്, അതെ, ആ ടി വിയിൽ അടുത്ത് വെച്ചിട്ട്. അപ്പോൾ നമ്മളൊരു കഥ ഇങ്ങനെ വെറുതെ പറഞ്ഞു. അപ്പോൾ ഇക്ക പറഞ്ഞു നമുക്ക് നാടകം ചെയ്യാനുള്ള പരിപാടി നടക്കുകയാണ്. അപ്പോൾ ഈ കോമഡി ഡ്രാമ പോലെ തന്നെ കുറച്ചുകൂടെ പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യുന്ന മറ്റൊരു തരത്തിലുള്ള ഡ്രാമ. അങ്ങനെ ഞാൻ കലാതിലകം എന്ന് പറയുന്നൊരു കഥ പറയുകയും അത് പിന്നെ നാടകമായി മാറുകയും ചെയ്തു. ഞങ്ങൾ കൊച്ചിൻ സാഗർ പിന്നെ അത്യാവശ്യം ആ ഒരു കുറച്ച് നാൾ ആ ഡ്രാമ കളിച്ചു. നല്ലൊരു വളരെ കോമഡിയുള്ള ഡ്രാമയായിരുന്നു. നല്ല കോമഡി ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നം കൊണ്ട്. അതെ. ഈ അതിനുശേഷം പിന്നെ എപ്പോഴും ഒരു പുതിയ ആശയത്തിൻ്റെ വിത്ത് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആദ്യം ഞാൻ വിളിക്കുന്ന ആള് അബീക്കയാണ്. അബീക്കയെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കത് വലുതാക്കാൻ പറ്റും. നമുക്ക് വേറെ ഒരു ഗുണം കൂടെ ഉണ്ട്, ആ ആശയം പുറത്തു പോവില്ല. അത് അബീക്ക ഞാനും മാത്രം, ഞാൻ പറഞ്ഞ ആശയമാണെങ്കിൽ അത് അബീക്കയുടെ ഉള്ളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പുറത്ത് വേറെ ആരെങ്കിലും പറയില്ല. അപ്പോൾ നമ്മുടെ അബീക്കയുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി സുനീഷ് വന്നു. ഇനിയിപ്പോൾ ഒരു ഒറ്റയാൾ പെർഫോമൻസ് നടത്തുന്ന വ്യക്തി എന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റം കാണിക്കാൻ പറ്റുമോ? AK ആൻ്റണിയാണ്. ഞാൻ ചേർത്തലക്കാരനായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അത്യാവശ്യം മോശമില്ലാതെ അനുകരിക്കുന്ന ഒരാൾ. പുള്ളി ടെലിവിഷൻ തുറന്നാൽ ഇംഗ്ലീഷ് പറയുന്ന ആളാണ് ഇപ്പോൾ. അതായത് എനിക്കൊന്ന് ഡൽഹിയിലായതുകൊണ്ടായിരിക്കാം. പുള്ളിയുടെ ശബ്ദം ഞാൻ അനുകരിക്കാം. India facing problems. All Indians are facing lots of problems. Manmohan Singh facing problem. Now Sonia Gandhi facing Robert Vadera's problems. I have no problem. അപ്പം സന്തോഷം, വളരെ സന്തോഷം. പ്രത്യേകിച്ച് അബീക്കയെ പോലത്തെ ഒരു എന്താ പറയുക, എനിക്കിപ്പോൾ എൻ്റെ ഒരു ചേട്ടനെ പോലെയാണ്. നമ്മൾ പലപ്പോഴും എല്ലാ കാര്യങ്ങളും, വീട്ടിലെ കാര്യങ്ങൾ വരെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും പറയാം. നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, നമ്മളൊരു ചേട്ടൻ്റെ സ്ഥാനത്താണ് നമ്മൾ അബീക്ക എപ്പോഴും കണ്ടിട്ടുള്ളത്. ആ ഒരു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബപരമായിട്ടും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിനിമ അതൊക്കെയൊക്കെയാണ്, എഴുത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലൊക്കെ പൂർണ്ണ സജീവമായി കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ. നന്ദി കൊടുത്തു വിടാം അല്ലേ? ആയിക്കോട്ടെ.